ആരാണ് യഥാർത്ഥത്തിൽ ക്യൂബ് ഡിജിറ്റൽ സിനിമ? അവരെന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്? ക്യൂബ് സിനിമ ഒരു പ്രൊജക്ടർ കമ്പനിയാണോ? അവർക്ക് സ്വന്തമായിട്ട് സൗണ്ട് സിസ്റ്റം ഉണ്ടോ? നമ്മൾ തിയേറ്ററിലൊക്കെ സിനിമ കാണുമ്പോൾ ക്യൂബ് ഡിജിറ്റൽ സിനിമ എന്നൊരു പരസ്യം കാണാറുണ്ട്. അപ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ടർ കമ്പനിയുടെ പേരാണ്, അല്ലെങ്കിൽ അതൊരു സൗണ്ട് സിസ്റ്റമാണ് തെറ്റിദ്ധരിക്കാറുണ്ട്. സോ സത്യത്തിൽ ആരാണ് ക്യൂബ്? നമുക്ക് ക്യൂബിന്റെ ചരിത്രം പരിശോധിക്കാം. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ നിതിൻ ജോർജ്. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്യൂബിന്റെ തുടക്കം 1986 ജയേന്ദ്ര പഞ്ചകേശൻ എന്ന് പറഞ്ഞ വ്യക്തിയും സെന്തിൽ കുമാർ എന്ന് പറഞ്ഞ ഒരാളും കൂടി ചേർന്നാണ് ഇന്നത്തെ ക്യൂബ് അവർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. 1986 ഇത് തുടങ്ങുമ്പോൾ മീഡിയ ആർട്ടിസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി പേരായിരുന്നു. പിന്നീട് ഇത് റിയൽ ഇമേജ് എന്ന് പറഞ്ഞ പേരിലേക്ക് മാറ്റം ചെയ്തു. 2005 രജനീകാന്തിന്റെ ചന്ദ്രമുഖി, അതുപോലെ കമൽഹാസന്റെ മുംബൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞ 2 സിനിമകളുടെ ഡിജിറ്റലി മാസ്റ്റർ ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ അവർ തിയേറ്ററിൽ തമിഴ്നാട് മൊത്തം റിലീസ് ചെയ്യണ്ടായി. അതിന് തമിഴ്നാട്ടിൽ ഭയങ്കര സ്വീകരണമായിരുന്നു. എല്ലാ തിയേറ്റർ ഓണേഴ്സും അതിൽ ഹാപ്പി ആയിരുന്നു. അതുവരെ ഫിലിമിൽ ഓടിക്കൊണ്ടിരുന്ന തിയേറ്ററുകളിൽ ഡിജിറ്റലിലേക്ക് മാറ്റം കൊണ്ടുവന്നത് ക്യൂബാണ്. റിയൽ ഇമേജിനോടൊപ്പം JS ഫിലിംസ് എന്ന് പറഞ്ഞ കമ്പനികളും കൂടി ചേർന്നിട്ട് 2017 വരെ ഓഡിയോ പ്രൊഡക്ഷൻ മേഖലയിൽ ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അവരുടെ പ്രൈം എയിം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിനിമ ടെക്നോളജി തന്നെയാണ്. 2006 ഈ കമ്പനിയുടെ പേര് ക്യൂബ് ഡിജിറ്റൽ സിനിമ എന്ന പേരിലേക്ക് മാറ്റം ചെയ്തു. 2018 തുടക്കത്തിൽ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 3670 സ്ക്രീനുകൾ ക്യൂബിന്റെ പേരിൽ നിലവിലുണ്ടായിരുന്നു, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ വർഷം തന്നെ മറ്റൊരു കമ്പനിയായിട്ടുള്ള, നമുക്കൊക്കെ പേര് പറഞ്ഞാൽ അറിയാം, UFO എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയായിട്ട് UFO ആയിട്ട് ക്യൂബ് ലയിക്കാൻ തീരുമാനിച്ചു. പക്ഷെ 2019 മാത്രമാണ് അതിന്റെ ന്യൂസുകൾ പുറത്തു വന്നത്. പക്ഷെ 2019 ആ ലയനം അവർ പിൻവലിച്ചു. ഇപ്പോൾ അവർ രണ്ട് കമ്പനിയാണ്. ഈ കമ്പനി ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ മീഡിയ കമ്പോസറിന്റെ സഹായത്തോട് കൂടിയിട്ട് നോൺ ലീനിയർ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. 1993 ഇന്ത്യൻ മാർക്കറ്റിൽ അവർ കൊണ്ടുവന്നത്. ശേഷം DTS എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഒരു പാർട്ണർഷിപ്പ് ബേസിസിൽ അവരുടെ സൗണ്ട് സിസ്റ്റം ഇന്ത്യയിൽ അവർ ലോഞ്ച് ചെയ്യുകയുണ്ടായി. 2005 ഇവർ സ്വന്തമായിട്ട് ഇവരുടെ ഒരു സെർവർ ഇവർ മാർക്കറ്റിൽ ഇറക്കി. ക്യൂബിന്റെ നോൺ DCI സെർവർ ഇവർ ആദ്യമായിട്ട് മാർക്കറ്റിൽ ഇറക്കി. അതായത് 2K 4K ഒന്നും കളിക്കാൻ പറ്റില്ല. അതിന് മുമ്പത്തെ വെർഷൻ നമ്മുടെ ഫുൾ HD കണ്ടന്റുകൾ കളിക്കാൻ പറ്റുന്ന ഒരു നോൺ DCI സെർവർ ഇവർ മാർക്കറ്റിൽ ഇറക്കി. നിലവിൽ ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം 48 രാജ്യങ്ങളിൽ 7000-ന് മേലെ സ്ക്രീനുകളിൽ ക്യൂബിന്റെ ടെക്നോളജി പൂർണ്ണമായോ അതോ ഭാഗികമായോ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ ഭാഗികമായി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളും ക്യൂബിന്റെ സെർവറുകളല്ല ഉപയോഗിക്കുന്നത്, പല വേറെ കമ്പനികളുടെ സെർവറാണ്. പക്ഷേ ക്യൂബിന്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ക്യൂബ് വയർ ടാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ കണ്ടന്റ് ഡെലിവറി മെത്തേഡാണ്. അതായത് ഓൺലൈനായി ഇന്റർനെറ്റ് വഴി നമുക്ക് മാസ്റ്റർ ചെയ്യുന്ന സിനിമകൾ അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. ഇത് ക്യൂബിന് മാത്രമുള്ളതല്ല, വേൾഡിൽ പല കമ്പനികൾക്കും ഉണ്ട്. പക്ഷേ ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള ക്യൂബിന് ഈ ടെക്നോളജി ഉണ്ട്. ഇത് വളരെ വൈഡ് റേഞ്ചിൽ ഈ സംഭവം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അഭിമാനം തോന്നിയ ഒരു നിമിഷം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2011 നടന്നിട്ടുള്ള വെനീസിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് പൂർണ്ണമായിട്ടും ക്യൂബിന്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ അവർ നടത്തിയത്. ക്യൂബിന്റെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട് ടീമും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ വെനീസ് ഫിലിം ഫെസ്റ്റിവൽ പോയ സമയത്ത് ക്യൂബിന്റെ പല ആളുകളെയും അവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സോ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്കത് വളരെ അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു. 2011 മാർച്ചിൽ അവർ ആദ്യമായിട്ട് അവരുടെ 4K സെർവർ, അതായത് 4K പ്ലേബാക്കുള്ള IMB സെർവർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേ വർഷം തന്നെ സെപ്റ്റംബറിൽ അവരുടെ ക്യൂബ് മാസ്റ്റർ എക്സ്പ്രസ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ കൺവെർഷൻ, അതായത് DCP-യിലേക്ക് സിനിമ കൺവേർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറും അവർ ലോഞ്ച് ചെയ്തു. 2012 അവരുടെ 4K 3D ക്യാപ്പബിലിറ്റി ഉള്ള സെർവറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ഇത് ഇന്ത്യയിലേക്കാൾ കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അമേരിക്കയിലായിരുന്നു. ക്യൂബിന് ലോസ് ഏഞ്ചൽസിൽ ഒരു ഓഫീസ് ഉണ്ട്. സോ അമേരിക്കയിൽ ഉടനീളം ഈ ഇന്ത്യൻ ടെക്നോളജിക്ക് വേൾഡ് മാർക്കറ്റിൽ പ്രൈസ് കുറവാണ്. സോ ഇൻസ്റ്റലേഷൻ വെച്ച് നോക്കുമ്പോൾ, മറ്റ് ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ ക്യൂബിൻ്റെ പ്രോഡക്റ്റുകളുടെ വില ചീപ്പാണ്, കുറവാണ്. സോ അമേരിക്കയിൽ ഉടനീളം 2012 അവർ 4K 3D സെർവറുകൾ ഇൻസ്റ്റാൾ ചെയ്തു. അന്ന് 70 mm ഉള്ള ഫിലിമിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററുകളൊക്കെ ഇവരുടെ ഈ സിസ്റ്റം വന്നതിന് ശേഷം അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. 2014 ഒരു ചെറിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ കൂടെ ഇവരുടെ നിലവിലുള്ള ആ സെർവറിൽ
ഡോൾബി അറ്റ്മോസ് അതുപോലെ തന്നെ ഓറോ 11.1 ഈ രണ്ട് ഇമേഴ്സീവ് ഫോർമാറ്റുകൾ, അതായത് ഈ രണ്ട് സൗണ്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ മാറ്റം വരുത്തി. ഒരു ചെറിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടാണ് ഇവർ ഈ മാറ്റം വരുത്തിയത്. അത് ഇന്ത്യൻ വിപണിയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സൗണ്ട് സിസ്റ്റങ്ങളൊക്കെ ഈ മാർക്കറ്റിലേക്ക് വരാനായിട്ട്. അവർ ഏറ്റവും അവസാനമായിട്ട് ലോഞ്ച് ചെയ്ത ടെക്നോളജി എന്ന് പറഞ്ഞാൽ 2019 ഇറക്കിയിട്ടുള്ളതാണ്. അവരുടെ പ്രീമിയം ലാർജ് ഫോർമാറ്റ് ആയിട്ടുള്ള എപ്പിക് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് അവർ ലാസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലും ഒരു എപ്പിക് ഉണ്ട്, കാലിക്കറ്റിലാണത്, കാലിക്കറ്റ് പലാക്സി സിനിമാസിലാണ്. സോ ഇതാണ് ക്യൂബ് വയറിൻ്റെ ഇതുവരെയുള്ള ചരിത്രം. ഇനി അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ 2008 ക്യൂബ് ഇത്രയും വലിയ എക്സ്പാൻഷൻ നേടിയത് റിലയൻസ് ക്യാപിറ്റൽസ് പോലെയുള്ള വലിയ കമ്പനികളുടെ അവരുടെ ഷെയറുകളൊക്കെ വന്നതിന് ശേഷമാണ്. സോ നിലവിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്താണ് മനസ്സിലായത് എന്നുള്ളത് ഇതിനിടയിൽ കമൻറ്റ് ചെയ്യുക. ക്യൂബ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ടെക്നോളജി പ്രൊവൈഡറാണ്. അവർക്ക് സ്വന്തമായിട്ട് പ്രൊജക്ടറുകളോ സൗണ്ട് സിസ്റ്റങ്ങളോ ഇല്ല. എന്നാൽ അവർക്കൊരു മീഡിയ സെർവർ ഉണ്ട്, ക്യൂബിൻ്റെ ഒരു സെർവർ ഉണ്ട് ആക്ച്വലി. IMB DCA സർട്ടിഫൈഡ് സെർവറും അതുപോലെ തന്നെ DCA സർട്ടിഫൈഡ് LED സ്ക്രീനും ക്യൂബിന് നിലവിലുണ്ട്. സോ വേൾഡ് മാർക്കറ്റിൽ ക്യൂബ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിരിക്കുന്നത് ക്യൂബ് വയർ ടാപ്പ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി കൊണ്ടാണ്. അതായത് ഈ സിനിമകൾ പ്ലേ ബാക്ക് ചെയ്യാനല്ല, നേരെ മറിച്ച് സിനിമകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു സിനിമ അമേരിക്കയിലുള്ള ഒരു തിയേറ്ററിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് ഇവരുടെ ഈ ടെക്നോളജി ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യൂബ് വയർ ടാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി ആയിരുന്നു കൂടുതലും ഞാൻ ചെയ്തിട്ടുള്ളത്. ഒടിയൻ, അതുപോലെ ഞാൻ പ്രകാശൻ, മിഖായൽ, അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ, വിജയ് സൂപ്പറും പൗർണമി, ഈ സിനിമകളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ഗൾഫ് മേഖലയിൽ ഞാനായിരുന്നു. ഞാനാകുന്ന കമ്പനിയുടെ ലീഡ് ഹെഡ്. സോ ഞാൻ ഈ ക്യൂബ് വയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സിമ്പിളാണ്, ഉപയോഗിക്കാൻ ഭയങ്കര ഈസിയാണ്. ഞാൻ MPS മോഷൻ പിക്ചർ സൊല്യൂഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡീലക്സിൻ്റെ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ എക്സ്പീരിയൻസിൽ ക്യൂബിൻ്റെ കണ്ടന്റ് ഡെലിവറി ഭയങ്കര ഈസിയാണ്. സോ ഇതിൽ കൂടുതലും നമ്മൾ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്ത് നമ്മൾ നമ്മുടെ ID യും പാസ്വേഡ് ഇട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ ഏതാണോ അത് ഏതൊക്കെ തിയേറ്ററിലേക്ക് വേണം, വേൾഡിലെ ഏത് തിയേറ്ററിൻ്റെയും ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ തിയേറ്ററിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് വരും. സോ നമ്മളത് തിയേറ്റർ സെലക്ട് ചെയ്ത് ഡെലിവറി കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടന്റ് ഡെലിവറിയുടെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും. ആ തിയേറ്ററിൽ വെച്ചിരിക്കുന്ന ക്യൂബ് വയർ ടാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഡിവൈസ് ഉണ്ട്, ഒരു DVD പ്ലെയറിൻ്റെ വലിപ്പം ഉണ്ടാവുള്ളൂ. ഇതിനകത്തേക്ക് അത് ഡൗൺലോഡ് ആവും. ഈ സംഭവം 2017, 18, 19 ഗൾഫിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ആഫ്റ്റർ കോവിഡ് ഇന്ത്യയിലെ ഒരുവിധം തിയേറ്ററുകളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഡോൾബി അറ്റ്മോസ് കണ്ടന്റ് ഇറങ്ങുമ്പോൾ ഈ കണ്ടന്റ് ആദ്യം ലഭിക്കില്ല. എല്ലാ തിയേറ്ററുകളും ആദ്യം കൊടുക്കുന്നത് 5.1 2K വെർഷൻ ആയിരിക്കും. ഇതിൻ്റെ ഹയർ വെർഷൻസ് ഒക്കെ അതിന് ശേഷം 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയിരുന്നുള്ളൂ. സോ ഇപ്പോൾ ഈ ക്യൂബ് വയർ എന്നുള്ള ടെക്നോളജി നിലവിലുള്ളത് കൊണ്ട് നമുക്ക് അതാത് കണ്ടന്റ് ചിലപ്പോൾ റിലീസിന് 2 ദിവസം മുമ്പ് വരെ നമുക്ക് കണ്ടന്റ് കിട്ടും. സോ നമുക്ക് നമ്മുടെ കണ്ടന്റ് ഡെലിവറിയുടെ ടെൻഷൻ പൂർണ്ണമായിട്ടും കുറഞ്ഞെന്നുള്ളതാണ്. പണ്ട് കാലത്ത് ഞാൻ IMAX-ൻ്റെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല പടങ്ങളുടെയും പ്രിന്റ് കാനഡയിൽ നിന്ന് അയച്ചു തരും. കാനഡയിൽ മാസ്റ്റർ ചെയ്യുന്ന ഒണ്ടാരിയോയിലോ ടൊറന്റോയിലൊക്കെ ഈ സാധനം നമുക്ക് കൊറിയർ വരും. അതിപ്പോൾ ഞാൻ ഖത്തറിൽ ആയിരുന്നു, മാൾ ഓഫ് ഖത്തറിൻ്റെ IMAX ഇൻസ്റ്റലേഷൻ സമയത്ത് അവിടെ 3-4 മാസം അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ അവർക്ക് ഫിലിം പ്രിന്റ് കണ്ടന്റ് വന്നിരുന്നത് ഈ പറഞ്ഞ DHL കൊറിയർ വഴിയാണ്. ചില സമയത്ത് ഇത് പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തില്ല. സോ നമ്മൾ ഈ കൊറിയർ ഓഫീസിൽ പോയി കാത്തു കെട്ടി നിൽക്കേണ്ട അവസ്ഥയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ക്യൂബ് വയർ എന്ന് പറഞ്ഞ ടെക്നോളജി വന്നതിന് ശേഷം ഈവൻ നമുക്ക് എന്ത് കണ്ടന്റ് വേണമെങ്കിലും ഇതിലൂടെ അയക്കാം. കണ്ടന്റ് മാത്രമല്ല, ട്രെയിലറുകൾ, അങ്ങനെയുള്ള എന്ത് സംഭവങ്ങളും അയക്കാം എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അതാണ് ക്യൂബിൻ്റെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മേന്മ. സോ ക്യൂബ് ഒരു പ്രൊജക്ടർ കമ്പനിയോ സൗണ്ട് സിസ്റ്റമോ അല്ല, നേരെ മറിച്ച് ടെക്നോളജി പ്രൊവൈഡറാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.